ഇസ്രായേലിൻ്റെ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. 20 ലക്ഷത്തോളം ഇസ്രായേലികളെയാണ് ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടാണ് വരുന്നത്. ആക്രമണത്തിന് മുമ്പ് സൈറൻ മുഴങ്ങിയെന്നും പ്രദേശവാസികൾ രക്ഷയ്ക്കായി പരക്കം പാഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലും പരിസര പ്രദേശങ്ങളിലുമാണ് അപായ സൈറൻ മുഴങ്ങിയതെന്ന് IDF വ്യക്തമാക്കി. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉന്നത ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇസ്രായേലിൽ ഹിസ്ബുള്ള കനത്ത റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഹിസ്ബുള്ളയെ വില കുറച്ച് കാണരുതെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിൻ്റെ മുൻ എയർ ഡിഫൻസ് കമാൻഡർ എത്തി. ബ്രിഗേഡിയർ ജനറൽ സ്വിക ഹൈമോവിച്ചാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ നിലവിലെ ആക്രമണ തന്ത്രം തെറ്റാണെന്നാണ് ഹൈമോവിച്ച് പറയുന്നത്. വിപുലമായ റോക്കറ്റ് ശേഖരമാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. മണിക്കൂറിൽ 150 റോക്കറ്റുകൾ വരെ ശത്രുവിന് നേരെ തൊടുത്തുവിടാനുള്ള ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ട്. എന്നാൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ വിലയുറച്ച് കാണുകയാണെന്നും ആക്രമണ തന്ത്രങ്ങൾ തെറ്റാണെന്നുമാണ് മുൻ കമാൻഡറുടെ വിമർശനം. ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ അവകാശവാദം മുൻ കമാൻഡർ തള്ളിക്കളയുന്നു. ഇസ്രായേൽ മറച്ചുവെക്കുകയാണോ എന്ന സംശയവും ഹൈമോവിച്ച് പ്രകടിപ്പിച്ചു. അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തുന്നത്. തിരിച്ച് ലെബനൻ സായുധ സേനയായ ഹിസ്ബുള്ളയും അതിശക്തമായ പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകുന്നു. പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ലെബനൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലെബനനിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് തെക്കൻ ലെബനനിൽ 492 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 1645 പേർക്ക് പരിക്കേറ്റു. 300-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണ്. ലെബനനിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണിത്. ആക്രമണം കനത്തതിന് പിന്നാലെ തെക്കൻ ലെബനനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു തുടങ്ങി. അതോടെ തെക്കൻ തുറമുഖ നഗരമായ സിദോനിൽ ജനജീവിതം സ്തംഭിച്ചു. ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് തദ്ദേശവാസികൾക്ക് ഇസ്രായേലിൻ്റെ ഫോൺ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ലെബനനിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം 492 പേരുടെ മരണത്തിന് കാരണമായതിന് പിന്നാലെയാണ് ലെബനൻ ജനതയെ അഭിസംബോധന ചെയ്ത് നെതന്യാഹുവിൻ്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇസ്രായേലിൻ്റെ യുദ്ധം ലെബനീസ് ജനതയോടല്ലെന്നും ഹിസ്ബുള്ളയോടാണെന്നും സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു.